الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദേഹവും ദേഹിയും ആത്മാവും ശരീരവും കൂടിച്ചേർന്ന് ഒരു യന്ത്രം കണക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാ അത്ഭുതമാണ് മനുഷ്യൻ. നമ്മുടെ ബാഹ്യമായ അവയവങ്ങളെപ്പോലെ തന്നെ ആന്തരികമായ ധാരാളം അവയവങ്ങളും നമുക്കുണ്ട്. അതിലെല്ലാം ഉപരിയായി നമ്മുടെ ആത്മാവിനെ വഹിച്ചു കൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മുടെ ശരീരം. ആത്മാവ് എന്താണ് എന്ന് ആർക്കും നിർണയിക്കാനോ നിർവചിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ അവർ ആത്മാവിനെക്കുറിച്ചും ചോദിച്ചിരുന്നു. യസ്അലൂനക അനിർ റൂഹ്. അതിന് അള്ളാഹു നൽകിയ മറുപടി ഇതാണ്: നബിയെ, എന്താണ് ആത്മാവ് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അവരോട് മറുപടി പറഞ്ഞേക്കുക, ആത്മാവ് എന്നാൽ അത് എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. ഈ മറുപടിയാണ് ചോദ്യം ചോദിച്ച ആളുകളോട് പറയാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ നൽകിയത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിപാലനത്തിന് ഏറെ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അല്ലാഹു വിശ്വാസികളെ വിളിച്ച് പ്രത്യേകം പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും നമ്മുടെ ശാരീരികവും മാനസികവുമൊക്കെ ആയ ആരോഗ്യം അത് അള്ളാഹു നമുക്ക് നൽകിയ ദാനമാണ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബദ്ധശ്രദ്ധരാകണമെന്നാണ് അള്ളാഹു പറയുന്നത്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക.
സ്വകരങ്ങളാൽ നിങ്ങളെ തന്നെ നിങ്ങൾ നാശത്തിൽ വീഴ്ത്തരുത് എന്നാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ പോരായ്മ കൊണ്ട് ഒരിക്കലും നമ്മുടെ ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, അതിനൊരു പരിക്കും പറ്റരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇതിലൂടെ ഉണർത്തിയിട്ടുള്ളത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് പോഷകവും പോഷണവും അടങ്ങിയിട്ടുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കണം. ഖുർആൻ എല്ലാ മനുഷ്യരോടുമായി പറയുന്ന കാര്യമുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമുഖത്തുള്ള ഹലാലായിട്ടുള്ളതും ത്വയ്യിബ ഉത്തമമായിട്ടുള്ളതുമായ എല്ലാ വിഭവങ്ങളെയും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവിൻ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വർഗലോകത്ത് ഹവ്വ അലൈഹിസ്സലാം അവർ കഴിഞ്ഞുകൂടിയ കാലത്ത് ഒരു പ്രത്യേക മരത്തിലെ കനി അവർക്ക് വിലക്കി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നിഷിദ്ധമാക്കി, അതിനോട് അടുക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവർ ആ നിഷിദ്ധമാക്കിയ വിലക്കിയ കനിയെ പറിച്ച് ഭക്ഷിച്ചു. അതിൻ്റെ കാരണത്താലാണ് സ്വർഗത്തിൽ നിന്നവർ ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. പിശാചിൻ്റെ പണിയായിരുന്നു അത്. ഭൂമിയിലെത്തി അങ്ങനെ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദേശം, നിങ്ങൾ എന്ത് തിന്നുകയാണെങ്കിലും നിങ്ങളുടെ തീറ്റയെ എന്താണ് തിന്നുന്നത് എന്ന് കൃത്യമായി ബോധ്യത്തോടു കൂടിയായിരിക്കണം. അത് ഹലാലാകണം, ത്വയ്യിബാകണം. ത്വയ്യിബായ എല്ലാം ഹലാലായിക്കൊള്ളണമെന്നില്ല. അന്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുക്കുന്നത്, അതിക്രമിച്ചെടുക്കുന്നത്, അള്ളാഹു നിഷിദ്ധമാക്കിയ വിധത്തിൽ സമ്പാദിച്ച സാധനങ്ങൾ ത്വയ്യിബായതായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നത്, പാചകം ചെയ്യുന്നത്, പക്ഷേ അത് ഹലാലായിക്കൊള്ളണമെന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഹലാലായ നിലക്ക് നിങ്ങൾ സമ്പാദിച്ചത് ത്വയ്യിബായ ഭക്ഷണ വിഭവങ്ങളായിരിക്കണം നിങ്ങൾ തിന്നേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കുന്ന രീതി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആരോഗ്യത്തിന്, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്, നിങ്ങളുടെ ജീവന്, നിങ്ങളുടെ ജീവിതത്തിനൊക്കെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ടാണ് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. നിങ്ങളെ പല നിലക്കും വഴിതെറ്റിക്കാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് പ്രവാചകനെ നിയോഗിച്ച കാര്യം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, യുഹില്ലു ലക്കുമുത് ത്വയ്യിബാത്ത്, എല്ലാ വിശിഷ്ടങ്ങളായ വിഭവങ്ങളെയും ആ പ്രവാചകൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. വയുഹല്ലിമു അലൈക്കുമുൽ ഖബായിസ്, എന്നാൽ മ്ലേച്ഛമായ എല്ലാ വസ്തുക്കളെയും ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹറാമിനോടടുക്കരുത്. അപ്പോൾ തിന്നാൻ പാടില്ലാത്ത ഹറാമായ വിഭവങ്ങളുണ്ട്, കുടിക്കാൻ പാടില്ലാത്തതുണ്ട്, ഉടുക്കാനും ഉപഭോഗിക്കാനും ഉപയോഗിക്കാനും പാടില്ലാത്തതുണ്ട്. അത് നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അത് നിങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തിനെല്ലാം ഹാനികരമാണ് എന്നതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത്. വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ മനുഷ്യനൊരു നഷ്ടമാണ്. അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ ആസ്വാദനത്തിന് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന ഒരു നഷ്ടബോധം ഒരിക്കലും മനുഷ്യൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഹറാമാക്കിയത് പാടില്ലാത്ത തന്നെയാണ്. ഹലാലായതെല്ലാം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ. അവിടെയും നോക്കൂ, നിങ്ങൾ ഖുർആൻ നമ്മൾ ഭക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുലു വശ്റബു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, കുടിച്ചു കൊള്ളുക. ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് പാനീയവും. ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക കൂടി വേണം. ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതിക്കനുസരിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്
ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഇന്നറിയാം. വെള്ളം കുടിക്കാതിരുന്നാൽ അതിനുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാകും. ഭക്ഷണം കഴിക്കാതിരുന്നാലും മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഖുർആൻ വളരെ ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തുന്നൊരു കാര്യം എന്താണെന്നോ? അമിത ഭോജനത്തെക്കുറിച്ചാണ്. ആർത്തിയോടുകൂടി വാരി വലിച്ച് അധികമായുള്ള തീറ്റ, ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. വലാ തുസ്രിഫു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കരുത്. സൂറ ത്വാഹയിലെ 81-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള നല്ല വസ്തുക്കളിൽ നിന്നെല്ലാം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പക്ഷേ ഭക്ഷണ സമയത്തൊരിക്കലും വലാ തത്ഗൗ ഫീഹി, അതിലൊരിക്കലും നിങ്ങൾ പരിധി വിടരുത്, അതിരി ലംഘിക്കരുത്. എന്ന് പറഞ്ഞാൽ അമിതമായി ഭക്ഷിക്കരുത്, അമിത ഭോജനമരുത്. അങ്ങനെ നിങ്ങൾ അമിതമായി ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അള്ളാഹു പറയുന്നു, ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെയാണെങ്കിൽ എൻ്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാകുന്ന കാര്യമാണ് അമിത ഭോജനം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. പടച്ചോന്റെ ശാപകോപം ഇറങ്ങുന്നു അമിതമായി വാരി വലിച്ചു തിന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ, എൻ്റെ കോപം ആരുടെ മേൽ വന്നിറങ്ങിയോ അവന് നാശം സംഭവിച്ചത് തന്നെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ന് കാണുന്ന അധിക ആരോഗ്യ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അമിത ഭോജനം. ആവശ്യത്തിലധികം മനുഷ്യൻ വാരി വലിച്ചു തിന്നുകൂട്ടുകയാണ്. രാവും പകലും. പണ്ടൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിന് നേരമുണ്ടോ? എത്ര നേരത്താണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. രാവും പകലുമില്ലാതെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത് മാറുകയാണ്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ 5 നേരത്തെ പ്രാർത്ഥനയിലും ചൊല്ലുന്ന പ്രതിജ്ഞ. എൻ്റെ നമസ്കാരം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ മറ്റാരാധനാനുഷ്ഠാന കാര്യങ്ങളെല്ലാം, എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവനും ജീവിതവും നൽകിയ ഈ അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഭക്ഷണ മര്യാദകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊക്കെ പാലിക്കുന്ന ആളുകളുണ്ട്. അത് സുന്നത്തായ കാര്യമാണ്, അത് വേണം. ടേബിൾ മാനേഴ്സ് എത്രയാണ് റസൂല് പഠിപ്പിച്ചു തന്നതെന്നോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് തന്നെ കഴിക്കണം, അടുത്ത് നിന്ന് തിന്നണം. അതേപോലെ കൂടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരെയും പരിഗണിക്കണം. വിശിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ എല്ലാവർക്കും എത്തി എന്ന് ഉറപ്പുവരുത്തണം. ആരൊക്കെ കൂടിയിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് സൂറ അൻ-നൂറിലെ മുസാഫിലെ ഒരു പേജിന്റെ 1/4 ഭാഗം അതാ പറയുന്നത്. നിങ്ങൾക്ക് ആരോടൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നോക്കൂ, നിങ്ങൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ വലതു ഭാഗത്ത് നിന്ന് തുടങ്ങണം. കുട്ടികളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. ഇതൊക്കെ നമ്മൾ പരിഗണിക്കും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിന്റെ കോപം വന്നിറങ്ങുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതെന്താണ്? അമിത ഭോജനമാണ്. അതും നമ്മുടെ ഭക്ഷണ മര്യാദയിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയ്യുൻ വിആഅൻ ശർറൻ മിൻ ബത്നിൻ, ഒരു മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു സഞ്ചിയും ഇതേവരെ നിറക്കുന്നില്ല എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ വാരിക്കോരി എടുത്ത് നിറക്കുന്ന ഒരു സഞ്ചി നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മുടെ ഒരു അവയവമാണ്. നമ്മൾ വളരെ മോശമായി നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവയവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആമാശയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബിഹസ്ബി ബിനി ആദം ഉഖുലാത്തുൻ യുഖിന്ന സുൽബഹു, ഒരു മനുഷ്യന്
അവന്റെ മുതുക് നിവർത്തി നടക്കുവാൻ വേണ്ടത്ര ഭക്ഷണം കഴിച്ചാൽ പോരെ? റസൂലിന്റെ ചോദ്യമാണ്. ഇത് ബിസ്മി ചൊല്ലുന്ന പോലെ വലത്തെ കൈ കൊണ്ട് നമ്മൾ കുടിക്കുന്ന പോലെ തിന്നുന്ന പോലൊക്കെ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെ. അതിനേക്കാൾ കൂടുതൽ ഗൗരവം കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് റസൂല് പറയുന്നുണ്ട്, ഫൈൻ കാന ലാ മഹാല, ഇനി അത് പോരാ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസുലുസുല്ലി തുആമിഹി, നിങ്ങളുടെ ആമാശയത്തിന്റെ 1/3 നിങ്ങൾ നിറച്ചോളൂ ആ സഞ്ചി. വസുലുസുൻ ലിശറാബിഹി, 1/3 വെള്ളം കുടിക്കും വേണം. വെള്ളം കുടിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഇത്രയുണ്ട്. എന്താ ഇങ്ങനെ സംഭവിച്ചത്? വെള്ളത്തിന്റെ കമ്മിയാണ് കാര്യം. ഭക്ഷണത്തിനൊരു പോരായ്മ ഉണ്ടാവില്ല. 1/3 അവൻ വെള്ളം കുടിക്കട്ടെ. വസുലുസുല്ലി നഫസിഹി, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശ്വാസത്തിന് വേണ്ടി, ശ്വസനത്തിന് വേണ്ടി ആമാശയത്തിന്റെ പകുതി ബാക്കിയാക്കട്ടെ എന്നാണ്. നമ്മൾ അധിക ആളുകളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. അങ്ങനെ നിങ്ങൾ വയറ് നിറക്കരുത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം നിങ്ങളിൽ വന്നിറങ്ങുന്ന. അള്ളാഹിന്റെ കോപം എങ്ങനെയാ ഇറങ്ങുക? ഈ രോഗമായിട്ട് തന്നെ. ഈ രോഗം പിടിപെട്ട ഒരാൾ അവൻ നശിച്ചത് തന്നെയെന്ന സൂറത്ത് ത്വാഹയിലെ 81-ാമത്തെ ആയത്ത്. നമ്മുടെയൊക്കെ വീട്ടിൽ പോയി തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വിശദമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം അള്ളാഹു നൽകിയ വലിയ ഒരു ദാനമാണ്. അവനോട് കടപ്പാടുണ്ട് നമുക്ക്. നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ജീവനോടും നമ്മുടെ ശരീരത്തോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നാശത്തിൽ തള്ളിവിടരുത് എന്ന് ഖുർആൻ ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതായോധന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. കഠിനമായി അധ്വാനിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും. അവർക്ക് പിന്നെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട, എക്സസൈസ് ഒന്നും വേണ്ട, ആരോഗ്യ കൂട്ടായ്മയിലൊന്നും മെമ്പറാകണ്ട, അതിനവർക്ക് നേരം ഉണ്ടാവില്ല. കാരണം അവർ നല്ലവണ്ണം തിന്നുന്നതിനനുസരിച്ച് നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട്, കായികാധ്വാനം. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വർക്ക് അറ്റ് ഹോം, വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അതുപോലെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത്. മേലനങ്ങാതെ പണിയെടുക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങൾ ആ വഴികളിലെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജോലിയുടെ ജീവിതായോധന മാർഗത്തിൽ നമ്മൾ ഏതേതൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത് എന്നതിനനുസരിച്ച് ശരിക്ക് നമ്മുടെ വ്യായാമശീലങ്ങളെയും ക്രമങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈ ലൈസ മിൻ ദിക്രില്ലാഹി ലഹുവും വലഇബുൻ ഇല്ലാ അൻ യകൂന അർബഅ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരാത്ത എല്ലാ കാര്യങ്ങളും അത് വിനോദം, തമാശ, കളിയായി പോകും, വ്യർത്ഥമാകും, നിരർത്ഥകമായി തീരും. എന്നാൽ 4 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു റസൂൽ. ആ സന്ദർഭം നോക്കൂ നിങ്ങൾ. അതിൽ ഒന്ന് മുലാഅബത്തുർ റജുൽ ലിംറഅതിഹി, ഒരു വ്യക്തി തന്റെ സഹധർമ്മിണിയുമായി നടത്തുന്ന നർമ്മസല്ലാപങ്ങൾ, തന്റെ ജീവിത പങ്കാളിയുമായി മനസ്സ് തുറന്ന് നടത്തുന്ന സംസാരം, അത് മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ഇന്ന് മനുഷ്യന്മാർക്ക് തമ്മിൽ കാണാനും സംസാരിക്കാനും നേരമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോണിനാണ്. എന്നിട്ടേ ഉപ്പാക്കും ഉമ്മാക്കും വേറെല്ലാവർക്കും ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കണ്ടെത്തുന്ന സമയം അള്ളാഹു നിങ്ങൾക്ക് പുണ്യം തരുന്ന വേളകളാണ് എന്ന്. രണ്ടാമത് പറഞ്ഞു വതഅദീബുർ റജുൽ ഫറസഹു, ആ കാലഘട്ടത്തിൽ അവർക്ക് കുതിര സവാരിക്ക്, യാത്രക്ക്, അതേപോലെ തന്നെ യുദ്ധാവശ്യങ്ങൾക്കൊക്കെ വേണ്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുതിരയുമായി ബന്ധപ്പെട്ട, കുതിരയെ പരിശീലിപ്പിക്കുന്ന ആ സമയം റസൂലുള്ളാഹി എടുത്തു പറയുന്നു, വമശിയുർ റജുൽ ബൈനൽ ഖർലൈൻ, 2 ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ഒരു വ്യക്തി അതിനിടയിലുള്ള നടത്തം, വാക്കിംഗ്, നടക്കുക. ആ നേരത്തെ നമുക്ക് പഠിച്ചവൻ ഓർക്കാനും കഴിയും.
ഇപ്പൊ പ്രഭാത സവാരിക്ക് ഇറക്കുന്ന ആൾക്കാർക്ക് അദ്കാറു സബാഹ്, പ്രഭാത സമയത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, ദുആകളൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കാനും കൂടി കഴിയും. നമുക്ക് 2 കൂലി നേടാൻ കഴിയും. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കാണ്, പടച്ചോനെ ഓർക്കാണ്, മാനസികാരോഗ്യവും അവിടെ ശക്തമായി വരികയാണ്. ഇതൊക്കെ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. സ്വിമ്മിങ്, സിബാഹ എന്ന് പറഞ്ഞ സ്വിമ്മിങ്, നീന്തുക, നീന്തം പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, എത്ര നല്ല നല്ല നിർദ്ദേശങ്ങളാണ് നമ്മളുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതേപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്നത് തന്നെ. ജീവിതശൈലീ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതശൈലി മാറി, രോഗത്തിന്റെയും ശൈലി മാറി. പെട്ടെന്നുള്ള അവസ്ഥകളല്ല. നോക്കൂ, പണ്ട് കാലങ്ങളിലുള്ള രോഗങ്ങളല്ല, പുതിയ പുതിയ രോഗങ്ങളാണ്. മരണവും അങ്ങനെ തന്നെയാണ്, ആകസ്മികമായ മരണങ്ങളാണ്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അവസാന കാലഘട്ടമാകുമ്പോഴെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം എന്താണ്? അധികം നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഈ ശരീരം എന്ന മഹായന്ത്രത്തിന് അതിന് റെസ്റ്റ് വേണം. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കം സംവിധാനിച്ചിട്ടുള്ളത്. ഉറക്കം എന്ന മഹാ അത്ഭുത പ്രതിഭാസം ഖുർആൻ പറയുന്നുണ്ട്. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യരെ, രാവിലെയും പകലുമൊക്കെ, രാവും പകലും നിങ്ങൾ ഉറങ്ങുക എന്നുള്ളത്. നിങ്ങളെ ഉറക്കുന്നത് ആരാണ്? നമ്മൾ ഏതെങ്കിലും മയക്കുമരുന്നുകളോ അതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചുകൊണ്ടുള്ള തളർച്ചയല്ല. ഉറക്ക ഗുളിക കുടിച്ചുകൊണ്ടുള്ള ഉറക്കമോ തളർച്ചയല്ല, സ്വാഭാവികമായ ഉറക്കം. ആ ഉറക്കത്തിന് അള്ളാഹുവിന്റെ ഇടപെടൽ മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് ജീവനുണ്ട്, അവന് ആത്മാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റൂഹ്. അത് അല്ലാഹു തിരിച്ചു തരുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. വബ്തിഗാഉകും മിൻ ഫദ്ലി, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച ഭൗതിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ തേടിയുള്ള നിങ്ങളുടെ അധ്വാനത്തിന്റെ പുറപ്പാടുകളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വജഅൽനാ നൗമക്കും സുബാത്താ, നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഉറക്കമാകുന്ന വിശ്രമം തന്നെ നമുക്ക് കിട്ടണം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ഒഴിഞ്ഞിരുന്നാൽ പോരാ. ഉറക്കമാകുന്ന വിശ്രമം മനുഷ്യന്റെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയമായി എത്രയോ അതിനെക്കുറിച്ച് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറയാനും ചർച്ച ചെയ്യാനും കഴിയും. ഇത് ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, ഉറങ്ങണം. ആവശ്യത്തിന് മനുഷ്യൻ ഉറങ്ങിയിട്ടില്ലെങ്കിലും അപകടങ്ങൾ ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആന്തരികാവയവങ്ങളുണ്ട്, ബാഹ്യാവയവങ്ങൾക്കൊക്കെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നിൽക്കാതെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 അവയവമാണ്. ഒന്ന് നമ്മുടെ ഹൃദയം. നെഞ്ഞത്തൊന്ന് കൈവച്ച് നോക്കൂ, ഇവിടെ ഇങ്ങനെ മിടിക്കുന്നുണ്ട്. എന്താണത് പറയുന്നത്? റബ്ബ് 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 എന്നാ പറയുന്നത്. റബ്ബേ 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 എന്ന് വിളിക്കുകയാണ്. അള്ളാഹിന്റെ കൽപ്പന വരുമ്പോൾ അത് നിൽക്കും. അതോടുകൂടി നമ്മുടെ ജീവിതം നിലച്ചു പോകും. അത് എന്ന് തുടങ്ങിയതാണ് ചലിക്കാൻ? നമ്മുടെ ശരീരമാകുന്ന ഈ ഫാക്ടറി, അത് മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരവയവമാണ് നമ്മുടെ കിഡ്നി, വൃക്ക. നമ്മളെല്ലാം വാരി വലിച്ചു കുടിക്കും. ഇതൊക്കെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ കിഡ്നിയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ 24 മണിക്കൂർ ഒരു ദിവസം, അത്രയല്ലേ ഉള്ളൂ. അത് പ്രവർത്തന നിരതമാണ്. ജീവിതകാലം അത്രയും അത് പ്രവർത്തന നിരതമാണ്. അതിനെ കേടുവരുത്തിയാൽ
ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വൃക്കരോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദൈന്യതകൾ, ചരണങ്ങൾ. അങ്ങനെ ഒരു രോഗി കുടുംബത്തിലുണ്ടായാലോ ആ കുടുംബത്തിനും പ്രയാസമല്ലേ? എല്ലാ രോഗികൾക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ അവയവത്തിനും അതിൻ്റെ അവകാശങ്ങൾ നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അനുഷ്ഠാന തീവ്രത വെച്ച് പുലർത്തിയിരുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അനുചരന്മാരിൽ ശ്രേഷ്ഠനായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് തോന്നി, എന്റെ നിസ്കാരമൊന്നും പോരാ, രാത്രിയായാലും നിന്നങ്ങനെ നിസ്കരിച്ചു കൂട്ടാം, പകലാണെങ്കിൽ എല്ലാ പകലിലും നോമ്പ് നോറ്റു കൂട്ടാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കൂട്ടുകാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വരുന്നത്. ഉമ്മു ദർദാന്റെ അവസ്ഥ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ പറയാണ്, നിങ്ങളുടെ സഹോദരൻ അബൂദർദാഇന് ഈ ദുനിയവിയായ ജീവിതത്തോട് ഒരു താല്പര്യവുമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. സഹോദര, നിന്റെ ശരീരത്തിനോട് നിനക്കൊരു കടമയുണ്ട്, അത് നീ നിർവഹിക്കണം. നിന്റെ കണ്ണിനോടും നിനക്കൊരു കടമയുണ്ട്, ഉറങ്ങണം. ശരീരത്തിനോടുള്ള കടമ തന്നെയാണത്. ഭക്ഷണം കഴിക്കണം, നോമ്പെടുക്കിടക്കൊക്കെ മതി എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, ആയുസ് എത്രയാണ് നമുക്കറിയില്ല, അള്ളാഹിന്റെ കയ്യിലാണ് എല്ലാ കാര്യവും. പക്ഷേ ഇത് നമുക്ക് നൽകിയതാണ്. അത് നിങ്ങൾ നാശത്തിൽ കൊണ്ടുപോയി തള്ളരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അതെല്ലാവരും ഉൾക്കൊള്ളണം. റസൂല് പറഞ്ഞല്ലോ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലയ്യ ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ്. ആരോഗ്യവാനായ ഒരു വിശ്വാസി അവനാണ് ഉത്തമൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ. നമ്മളിവിടെ ബലഹീനരായി പോകരുത്, ബോധവാന്മാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അഖിലവും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുജന്മാരോട് ഒരിക്കൽ പറയുകയുണ്ടായി, മൻ അസ്ബഹ മിൻകും ആമിനം ഫീ സിറബിഹി. നിങ്ങളിൽ ആരെങ്കിലും നിർഭയനായി നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള മാനസികാരോഗ്യം ലഭിച്ചവരാണ് എങ്കിൽ, എല്ലാവർക്കും ടെൻഷനാണ്, പിരിമുറുക്കമാണ്, ഡിപ്രഷനാണ്, വിഷാദമാണ്. എന്താ ഇതിന് കാരണം പലതുമാണ്. പല കാരണങ്ങളും നമ്മളാൽ തന്നെ ഉണ്ടാകുന്നതാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. നിർഭയമായ മാനസികാവസ്ഥ, മാനസികാരോഗ്യത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. സമാധാനത്തോടുകൂടി വീട്ടിൽ അന്തിയുറങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, വമുആഫൻ ഫി ജസദിഹി, നിങ്ങൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല എങ്കിൽ, പരിപൂർണ ആരോഗ്യവാനാണ് നിങ്ങൾ എങ്കിൽ, വഇൻദഹു ഖൂതു യൗമിഹി, അന്നാന്ന് കഴിയാനുള്ള വക നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ, ദുനിയാവ് അതിൻ്റെ മുഴുവൻ ചിറകുകളും വിടർത്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അരികിലെത്തിയ പോലെയുള്ള സൗഖ്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ഇത് നമുക്ക് നേടാനാകണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ബാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ പിതാവിൻ്റെ അരികിലെത്തിക്കൊണ്ട്, യാ അബത്തി ഇന്നി അസ്മഉക തദ്ഉ കുല്ല ഹുദാ, പൊന്നു പിതാവേ, വന്യ പിതാവേ, നിങ്ങളെല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ, പ്രത്യേകിച്ച് എൻ്റെ കണ്ണിന്, എൻ്റെ കാതിന്,
നീ എനിക്ക് ആരോഗ്യം നൽകണമേ, നീയല്ലാതൊരു ആരാധനയില്ല തമ്പുരാനെ എന്ന് നിങ്ങൾ 3 തവണ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണത്? അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹം പറയുകയാണ്, പ്രവാചക തിരുമേനി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് തുടർത്തുന്നു, നീയും അത് തുടർത്തിക്കൊള്ളുക. നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാകണം. നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ചുകൊണ്ട്, അവനെ ഓർത്തുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് അടുക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, ഇന്നലെയും ഇന്നുമായി ഓപ്പറേഷന് വിധേയരാകുന്ന ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ, റഹ്മാനെ എല്ലാവരുടെയും രോഗത്തിന് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.